ഹരിശ്രീ ഗണപതിയേ നമ. അവിഘ്നമസ്തു. ചതുർത്ഥസ്കന്ധം. പൃഥു ചക്രവർത്തിയുടെ ചരിത്രം. സന്താനമുണ്ടാകണമെന്ന ആഗ്രഹത്തോടെ മുനിമാർ വേനൻ്റെ തുട കടഞ്ഞു. വിരൂപിയായ ഒരു കുറിയവൻ ആ തുടയിൽ നിന്നുണ്ടായി. അവൻ മുനിമാരോട് ചോദിച്ചു, ഞാൻ എന്തു ചെയ്യണം? മഹർഷിമാർ അവനോട് ഇരിക്കൂ നിഷീദ എന്നു പറഞ്ഞു. അങ്ങനെ അവൻ നിഷാദനായി. അവൻ്റെ സന്തതി പരമ്പര നിഷാദ വംശമായി. പിന്നീട് മുനിമാർ വേനൻ്റെ 2 കൈകളും കടഞ്ഞു. അതിൽ നിന്ന് ഒരു പുരുഷനും ഒരു സ്ത്രീയും രൂപം കൊണ്ടു. പുരുഷൻ മഹാവിഷ്ണുവിൻ്റെയും സ്ത്രീ ലക്ഷ്മി ദേവിയുടെയും അംശാവതാരമാണെന്നു മുനിമാർ പറഞ്ഞു. രാജവംശത്തിനു സൽപ്പേരുണ്ടാക്കുന്നവനാണ് ഈ പുരുഷൻ എന്നു കണ്ടറിഞ്ഞ ദീർഘദർശികൾ അവനു പൃഥു എന്നു നാമകരണം ചെയ്തു. ഭൂമിയിൽ ധർമ്മ സംസ്ഥാപനത്തിനു വേണ്ടി പൃഥുവിന് രാജ്യാഭിഷേകം നടത്താൻ ത്രിമൂർത്തികളും ഇന്ദ്രാദി ദേവന്മാരും ദിക്പാലകന്മാരുമെല്ലാം വന്നെത്തി. രാജോചിതമായി വേണ്ടുന്ന വകകളെല്ലാം ദേവന്മാർ തന്നെ പൃഥുവിന് ആദരപൂർവം സമ്മാനിച്ചു. സൂതമാഗധി-വൃന്ദങ്ങൾ പൃഥുവിനെ സ്തുതിച്ചു പാടി. നിർഗുണനായ തന്നെ ഈ വിധം സ്തുതിക്കുന്നതെന്തിനെന്ന് പൃഥു ചോദിച്ചു. മുനിമാർ സ്തുതിപാഠകരെ പ്രോത്സാഹിപ്പിച്ചു. പൃഥു എല്ലാവർക്കും ഭാരിച്ച സമ്പത്തു പ്രദാനം ചെയ്തു. ഒടുവിൽ എല്ലാവരും പൃഥുവിനോട് അന്നം നൽകണമെന്നപേക്ഷിച്ചു. പൃഥു ഭൂമിയോട് അന്നം ആവശ്യപ്പെട്ടു. ഭൂമി ഉടനെ അന്നം നൽകാതിരിക്കുന്നതു കണ്ടു കുപിതനായ പൃഥു വില്ലു കുലച്ചുകൊണ്ട് അടുക്കുന്നതു കണ്ട് ഭൂമി ഒരു പശുവിൻ്റെ രൂപത്തിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു. പശു മുൻപിലും പൃഥു പിന്നാലെയുമായി ഓട്ടം തുടങ്ങി. എല്ലായിടത്തും പൃഥു പിന്നാലെ എത്തുന്നതു കണ്ട് ഭീതയായ പശു അദ്ദേഹത്തിൻ്റെ മുന്നിൽ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, രാജാവേ, എന്തു തെറ്റു ചെയ്തിട്ടാണ് നീ എന്നെ വധിക്കാൻ ഒരുങ്ങുന്നത്? ഞാൻ ഇല്ലാതായാൽ ഈ ജന്തുവർഗത്തെയെല്ലാം നീ എവിടെ പാർപ്പിക്കും? പൃഥു പറഞ്ഞു, നീ സകല ജീവികൾക്കും അത്യന്താപേക്ഷിതമായ അന്നം മറച്ചു വച്ചിരിക്കുന്നു. നിന്നെ നശിപ്പിച്ചാലും ജന്തുവർഗത്തെ നിലനിർത്താനുള്ള യോഗബലം എനിക്കുണ്ട്. ഇതു കേട്ട് കൂടുതൽ ഭീതയായ ഭൂമി അറിയിച്ചു, ഇവിടെ അധർമ്മം വർദ്ധിച്ചു. അന്നം എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്ന സത്യം മറച്ചു വയ്ക്കുകയും കുറേ പേർ അതു മുഴുവൻ കൈയടക്കുകയും ചെയ്തപ്പോൾ ഞാൻ സസ്യങ്ങളെയെല്ലാം ഉപസംഹരിച്ചു. ധർമ്മനീതികൾ നീ പുനഃസ്ഥാപിക്കുകയാണെങ്കിൽ എല്ലാം നേരെയാകും. ഇതു കേട്ടിട്ടു പൃഥു മനുഷ്യരിൽ ആദ്യനായ മനുവിനെ പശുക്കിടാവാക്കി നിർത്തിക്കൊണ്ട് ഭൂമിയിൽ നിന്ന് സസ്യജാലങ്ങളെ കറന്നെടുത്തു. തുടർന്ന് ഓരോ വിഭാഗക്കാരും ഉചിതമായ രീതിയിൽ പശുക്കിടാക്കളെ കണ്ടെത്തി അവർക്കാവശ്യമുള്ള വകകൾ കറന്നെടുത്തു. പിന്നീട് പൃഥു കുന്നും കുഴിയും മലയും മുഴകളുമെല്ലാം നിറഞ്ഞ ഭൂമിയെ വില്ലിൻ്റെ അഗ്രം കൊണ്ടു തന്നെ നിരപ്പാക്കി. സമതലമായ ഭൂമിയെ ഓരോ വിഭാഗക്കാർക്കു പൃഥു നൽകി. ഭൂമി സസ്യസമ്പന്നയായി. രാജാവിൻ്റെ ഗുണങ്ങൾ കൊണ്ട് എല്ലാ ജനവിഭാഗങ്ങൾക്കും ക്ഷേമൈശ്വര്യങ്ങൾ വർദ്ധിച്ചു. അങ്ങനെയിരിക്കെ പൃഥു അശ്വമേധം യജിപ്പാനൊരുങ്ങി. അശ്വമേധം നടത്തുന്ന പൃഥു തൻ്റെ സ്ഥാനം തട്ടിയെടുത്തേക്കുമോ എന്ന് ഇന്ദ്രൻ ഭയന്നു. അതുകൊണ്ട് ഇന്ദ്രൻ യാഗാശ്വത്തെ അപഹരിച്ചു കൊണ്ടുപോയി. അശ്വരക്ഷകനായ പൃഥുപുത്രൻ യാഗാശ്വത്തെ അന്വേഷിച്ചു നടക്കുമ്പോൾ അത്രി മഹർഷി കാണിച്ചു കൊടുത്തു. കുലച്ച വില്ലുമായി പാഞ്ഞു വന്ന പൃഥുപുത്രൻ പാഷണ്ഡവേഷധാരിയായ ഇന്ദ്രനെ വിട്ടുകളയാനൊരുങ്ങി. അത്രിയുടെ പ്രേരണയാൽ പൃഥുപുത്രൻ പാഞ്ഞടുത്തപ്പോൾ യാഗാശ്വത്തെ ഉപേക്ഷിച്ചിട്ട് ഇന്ദ്രൻ അന്തർധാനം ചെയ്തു. കുതിരയെ മുൻപിൽ കൊണ്ടുവന്നു നിർത്തിയ പുത്രനെ അഭിനന്ദിച്ചുകൊണ്ട് പൃഥു അവന്
വിജിതാശ്വൻ എന്ന പേരു നൽകി. ഇന്ദ്രൻ പലതവണ യാഗാശ്വത്തെ മോഷ്ടിച്ചു. അത്രി അപ്പോഴൊക്കെ വിജിതാശ്വന് കാട്ടിക്കൊടുക്കുകയും ചെയ്തു. ശല്യം ദുസ്സഹമായപ്പോൾ ഇവനെ വധിച്ചേ തീരൂ എന്നു തീർച്ചയാക്കിക്കൊണ്ടു പൃഥു വില്ലും കുലച്ചുകൊണ്ട് ഇന്ദ്രനെ നേരിടാനിറങ്ങി. യജ്ഞത്തിനിടയിൽ ഈ രീതിയിൽ ഒരു വധം യുക്തമല്ലെന്ന് ഋത്വിക്കുകൾ പറഞ്ഞു. ഇന്ദ്രനെ വധിക്കുന്ന കാര്യത്തിൽ ഇനി മാറ്റമില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ടു മുന്നേറിയ പൃഥുവിൻ്റെ മുന്നിൽ ബ്രഹ്മാവ് പ്രത്യക്ഷനായി പറഞ്ഞു, ഇവിടെ ചെയ്യുന്ന കർമ്മങ്ങൾ മഹാവിഷ്ണുവിൻ്റെ പ്രീതിക്കു വേണ്ടിയാണ്. ആ നാരായണൻ്റെ അംശമാണ് ഇന്ദ്രൻ. ആ നിലയ്ക്ക് ഇന്ദ്രനെ ഹനിച്ചിട്ട് നാരായണപ്രീതി നേടാൻ എങ്ങനെ കഴിയും? ഇന്ദ്രന് അഭയം നൽകിക്കൊണ്ട് യാഗം പൂർണ്ണമാക്കുകയാണ് വേണ്ടത്. രാജാവിനു ഭാഗ്യം കൊണ്ട് യജ്ഞത്തിൻ്റെ ഫലം ലഭിക്കും. ബ്രഹ്മദേവന്റെ ഉപദേശപ്രകാരം രാജാവ് യാഗം സമർപ്പിച്ചു. ദേവകൾ സന്തുഷ്ടരായി പൃഥുവിനു യജ്ഞഫലം നൽകി അനുഗ്രഹിച്ചു. ഇന്ദ്രൻ പൃഥുവുമായി സൗഹൃദം സ്ഥാപിച്ചു. ഭഗവാൻ നാരായണൻ പ്രത്യക്ഷനായി അവരുടെ മൈത്രിക്കു മാധ്യസ്ഥം വഹിച്ചു. പൃഥു ചക്രവർത്തി ഭഗവത് പാദാരവിന്ദങ്ങളിൽ അചഞ്ചലമായ ഭക്തിയുണ്ടാകാൻ അനുഗ്രഹിക്കണമെന്ന് മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചു. ഒരു ദിവസം സനകാദികൾ പൃഥുവിൻ്റെ യാഗശാലയിലെത്തി. ചക്രവർത്തി ഭക്തിപൂർവം അവരെ സ്തുതിച്ചു പൂജിച്ചു. പൃഥുവിൻ്റെ അഭ്യർത്ഥനയനുസരിച്ച് സനകാദികൾ മുക്തിമാർഗം ഉപദേശിച്ചു. യജ്ഞസമാപ്തിക്കു ശേഷം പ്രജാക്ഷേമ തത്പരനായി പൃഥു രാജ്യം ഭരിച്ചു. യൗവനാന്ത്യത്തിൽ രാജ്യഭാരം പുത്രനെ ഏൽപ്പിച്ചിട്ട് പത്നി സമേതനായി വനത്തിൽ പോയി. നാരായണനെ തന്നെ നിരന്തരം ധ്യാനിച്ചുകൊണ്ട് കൊടിയ തപസ്സിൽ മുഴുകി പൃഥു മുക്തി നേടി. അക്കാലമങ്ങു മുനിമാരൊരു നാള പത്യാർത്ഥമായി കടഞ്ഞാരവൻ തൻ തുട തത്ര തദൈവ കറുത്തു കുറിയൊരു മർത്യൻ വിരൂപനായുദ്ഭവിച്ചിടിനാൻ. തത്പുരുഷൻ മുനിമാരെ തൊഴുതു ഞാനിപ്പോളിനി എന്തു വേണ്ടതെന്നിങ്ങനെ ചോദിച്ച കാലം നിഷീതയെന്നഞ്ജസ വാദിച്ചിതം മുനിമാരതു കാരണം. പാരിൽ നിഷാദനായി വന്നാനവനുടെ പാരമ്പര്യം നിഷദാന്വയമായതും പിന്നെ മുനികൾ കരങ്ങൾ രണ്ടും കടയുന്ന കാലം ഭവിച്ചു മിഥുനം ബലാൽ എന്നതു കണ്ടരുൾ ചെയ്തു മുനികളുമിന്നിവൻ വിഷ്ണു തന്നംശാവതാരകൻ പെണ്ണിവളിന്ദിര തന്നംശമായതും നിർണയം രാജകുലത്തിനു സന്തതം കീർത്തി വളർത്തുവാനാളായതു കൊണ്ടു പാർത്ഥിവൻ താൻ പൃഥുവെന്നതിഖ്യാതിമാൻ. മാധ്വീമൊഴി ഇവളർച്ചിസ്സു ബാഹുപദ്മോദ്ധൃത എന്നരുൾ ചെയ്തു പൃഥുവിനെ ധാത്രിസൂരാദികളെല്ലാം പ്രശംസിച്ചു കീർത്തിച്ചിതേറ്റം ബഹുമതിയോടപ്പോൾ. നാസ്തിയായി പോയ ധർമ്മസ്ഥിതി ചേർത്തുടനാസ്തയാ സംപ്രീതി നീളെ നടത്തുവാൻ പാർത്ഥിവസ്ഥാനം പരീചോട് പൂർണ്ണമായാർത്തിയൊഴിച്ചിപ്രപഞ്ചരക്ഷാർത്ഥമായി. മൂർത്തികൾ മൂവരുമിന്ദ്രാദിലോകപാലോത്തമന്മാരുമഖിലമരൗഘവും കാൽക്ഷണമാത്രയാ വന്നുകൂടിയിടിനാരീക്ഷണേന്ദ്രാർത്ഥനാമീശ്വരൻ തന്മുമ്പിൽ. രാജ്യപരിപാലനാർത്ഥമഭിഷേകയോഗ്യക്രിയയ്ക്കു വന്നൊന്നിച്ചു നിന്നതിൽ ഓരോ ജനങ്ങളോരോന്നിഹ കൊണ്ടുവന്നാരൂഢമോദാൽ കൊടുത്താരഖിലവും. സിംഹാസനം കുബേരൻ, വരുണൻ കുട മോഹനമായവൻ ചാമരം മാരുതൻ, ഇന്ദ്രൻ കിരീടം, യമൻ ദണ്ഡവും, ധരണീന്ദ്രനു വർമ്മം, സരോജഭൂ ഭാരതി മുത്തുപടം,
വിഷ്ണുനാരായണൻ പരൻ ഭക്തനാം ഭൂപാലകന്നു സുദർശന ചക്രവും അവ്യാഹതശ്രിതം പദ്മിനി ചക്രീകുലപരിഭൂഷണനീശ്വരൻ ഖഡ്ഗം ദശചന്ദ്ര മദ്രിജാ ചർമ്മ സൗമുഖ്യ ശതചന്ദ്ര മശും നിശാകരൻ വിശ്വകർമാവുതേ രഗ്നീധനു രതിരശ്മിമയ വിശിഖാൻ സ്വാനഹസ്കരൻ പൃഥ്വിമെതിയടി ശംഖം സമുദ്രവും യുദ്ധം മഹത്തുക്കളെല്ലാ യഥാക്രമം ശക്ത്യുപഹാരങ്ങളെ കൊടുത്തിടിനാരക്ത്യാധരേണ പൃഥുവിനു കേവലം ദേവഗന്ധർവ സംഘം മുദാ പാടിനാർ ദേവകളപ്സര സ്ത്രീകളാടിയിടിനാർ ദേവവാദ്യങ്ങളും ഘോഷിച്ചിതേറ്റവും പുഷ്പവർഷം ചെയ്താർ സിദ്ധസമൂഹവും തക്ഷണം സൂതാദികളാൽ സ്തുതിപ്പതങ്ങക്കാലമപൃഥു കേട്ടു ചൊല്ലിടിനാൻ നിങ്ങളെന്തിനായിവിടെ ഗുണങ്ങളങ്ങൊന്നുമില്ലാത്തവനെ സ്തുതിച്ചിടുന്നു തങ്ങൾ ഗുണപ്രസിദ്ധന്മാരതാകിലുമെങ്ങും സ്തുതിപ്പിക്കുമാറില്ലവർകളും ഞാനോ ഗുണരഹിതൻ തുലോമന്വഹം നൂനം പ്രസിദ്ധനായേ പുകഴാവിതും ഏവം പൃഥുവചനേന വന്ദിച്ചവരേവരും നിന്നതു കണ്ടു മുനികളാൽ പ്രേരിതരായി സ്തുതിച്ചാർ മുതിർന്നേറ്റവും പൂരിതൈശ്വര്യപ്രസിദ്ധ ഗുണൈരലം തക്ഷണേ തസ്തുതി പാഠകന്മാർ മുതലൊക്കെ പ്രകൃതിഭൃത്യാദികൾക്കും പരം വിദ്വത് പ്രഭൃതികൾക്കും മുഹുരങ്ങു ഭൂനിർജരാദ്യഖിലവർണികൾക്കും ധ്രുവം സർവാർത്ഥ സമ്പത് സമൃദ്ധികളും കൊടുത്തുർവരാധീശൻ കൃപയാ വിളങ്ങിനാൻ സർവഗുണാലയനാം നൃപനിങ്ങനെ സർവൈകപാലകനായിരിക്കും വിധോ സർവരുമന്നമർത്ഥിച്ചു കൊണ്ടിടിനാർ സർവം സഹാവരനും വിചാരിച്ചുടൻ ഭൂമിയോടർത്ഥിച്ചതിന്നു ധരിത്രിയും താമസിച്ചങ്ങു കാട്ടാഞ്ഞതു കാരണം നിങ്കൽ മറഞ്ഞു ലയിക്കുമന്നങ്ങളിങ്ങങ്കലമ്പോടു നീ തന്നതില്ലെങ്കിലോ സങ്കടം തീരുകയില്ല പ്രജകൾക്കു സങ്കടത്തിൽ കൃപയില്ലാത്ത നിന്നെ ഞാൻ ബാധിപ്പതിന്നു മടിക്കയില്ലെന്നതി ക്രോധിച്ചു വില്ലും കുഴിയെ കുലച്ചുടൻ വേഗാലൊരു ശരവും തൊടുത്താശുതാൻ ദ്രാഗഭീരത്തോടു കൂടെയടുക്കുമ്പോൾ പേടി കലർന്നു പശുവേഷമായി ചമഞ്ഞോടിത്തുടങ്ങിനാളാടൽ പൂണ്ടൂർവിയും കൂടെ തുടർന്നു പിന്നാലെ നൃപതിയും കൂടെ എത്തിടിനാനോടിയോടി ദ്രുതം പാടെ പരക്കെ പല ദിശയെങ്കിലുമോടിത്തളർന്നൊരാധാരമില്ലാഞ്ഞവൾ പിന്നെ പൃഥുവിനെ തന്നെ നമസ്കരിച്ചന്യൂന്യമന്യുവേഗേന ചൊല്ലിടിനാൾ മന്നവ സർവധർമ്മജ്ഞനാം നീ ജഗത്തിനു ഗുണങ്ങൾ വരുത്തുവാനല്ലയോ വന്നവതീർണനായുള്ളു കൃപാലുവാകുന്ന ഭവാനിങ്ങപരാധമെന്നിയേ നിന്നോരഗതിയായേറ്റമുഴന്നൊരു തന്വാ ഭവാനൊഴിഞ്ഞില്ലൊരാധാരവും എന്തൊരപരാധമെങ്കലം മാറുകണ്ടന്ധരെ മാം വധിച്ചിടുവാനോർക്കുന്നു ചിന്തിക്കിലെങ്കലൊഴിഞ്ഞെവിടത്തിങ്കലി ജന്തുക്കളെ വച്ചു രക്ഷിച്ചു കൊള്ളുന്നു പണ്ടു പാതാളെ മറച്ചെന്നു പന്നിയായി കണ്ടകനെ കൊന്നു കൊണ്ടുപോന്നെന്നെയും കുണ്ഠത തീർത്തിരുത്തി പരിപാലിച്ച കൊണ്ടൽ വർണ്ണപ്രഭോ പാലയമേലിലും തൊണ്ട വിറച്ചു കരഞ്ഞഴൽ തേടി നിന്നിണ്ടൽ മുഴുത്തു പശുരൂപിണി ഭൂമി വാക്കുകളിങ്ങനെ കേട്ടവൾ തന്മുഖം നോക്കി ചിരിച്ചു കോപിച്ചു നൃപേന്ദ്രനും
ചൊല്ലിനാൻ എത്രയും നന്നിന്നു നീ, ചൊല്ലിനാലെൻ വശയല്ലാതെ നിന്നെ ഞാൻ കൊല്ലുവനെല്ലാർക്കും ആശ്രയമായുള്ളതല്ലോ ത്വദന്നമെന്നുള്ളതതിനെ നീ നിങ്കൽ മറച്ചു ലയിപ്പിച്ച കാരണം സങ്കടമുണ്ടി ജഗദ്വാസികൾക്കെല്ലാം. എന്നാൽ അഖിലർക്കുമുണ്ടായ സങ്കടം നിന്നെ വധിച്ചൊഴിച്ചിന്നു ഞാൻ എന്നുടെ യോഗബലേന പ്രപഞ്ചം ഭരിപ്പനിങ്ങാകുലമേതുമെനിക്കില്ലതീനടോ. കേളെന്നുടൻ പൃഥു ചൊന്നതു കേട്ടകം കാളിയെരിഞ്ഞഴൽ പൂണ്ടു തൻ മാനസേ ഭീതി നടേതിലുമേറ്റം വളർന്ന തീ നീതിമാനെ തൊഴുതാശു ചൊല്ലിടിനാൾ. അന്നം സകലർക്കുമാശ്രയമായുള്ളതെന്നരുൾ ചെയ്തതവണ്ണമല്ലാതെയായി വന്നിതിങ്ങെങ്കലധർമ്മികൾക്കെന്നീ മറ്റൊന്നാദി സമ്പത് സമൃദ്ധിയില്ലാർക്കുമേ. സജ്ജനം നിഷ്കിഞ്ചനരായളവഹോ. യജ്ഞാദി കർമ്മങ്ങളൊക്കെ മാഞ്ഞു തുലോം തത്കാരണാലൊഴിഞ്ഞു ഹവിർഭാഗങ്ങളൊക്കെ എല്ലാർക്കുമെന്നാകയാൽ ഞാൻ തഥാ സംഹരിച്ചിടിനേനോഷധീവർഗമെന്നീ വണ്ണമുള്ള പരമാർത്ഥമൊക്കവേ നീയറിഞ്ഞിത്തമെല്ലാമുപായങ്ങളാൽ മായമൊഴിഞ്ഞു കൈക്കൊണ്ടെങ്കിൽ മേലിലും കീഴിലെപ്പോലെ നടത്തിയിരുത്തുക പാഴായി ചമയാതെ ധർമ്മനീത്യാചിരം. ഭൂമി തൻ വാക്കുകളിങ്ങനെ കേട്ടുടൻ ഭൂമീശ്വരനാം പൃഥുവധ തക്ഷണേ മാനുഷർക്കാദ്യനായിടും മനുവിനെ താനൊരു വത്സമാക്കിക്കൊണ്ടു തൻ കയ്യിൽ മോദം കലർന്നോഷധികളെയൊക്കവേ സാദരം ചെമ്മേ കറന്നുകൊണ്ടിടിനാൻ. കേവലമെന്നതു കണ്ടു മറ്റുള്ളവരേവരും തത്തതുപകൃതാർത്ഥങ്ങളെ പോതങ്ങളായി പ്രധാനന്മാരെയും ചേർത്തു നൂതനമായി കറന്നിടിനാരൊക്കെയും. വാഗീശവത്സമായോജ്യ മുതിർന്നൃഷിമാർ കറന്നാരിന്ദ്രിയങ്ങളിൽ ഛന്ദാംസി. ദേവകളിന്ദ്രനെ വത്സമാക്കി സുധാമാവിർമുദ കറന്നാർ സുവർണീകൃതേ. ഭാജനെ ദാനവർ പ്രഹ്ലാദനാലയോ ഭാജനെ മദ്ധ്യം കറന്നുകൊണ്ടിടിനാർ. ഗന്ധർവന്മാരഹോ വിശ്വാവസുവിനെ ബന്ധിച്ചുടൻ കറന്നിടിനാർ ഗാന്ധർവം. പങ്കേരുഹേര്യം പിന്നെ പിതൃക്കളും മൺകലം പച്ചയിൽ കവ്യം കറന്നിതു സിദ്ധന്മാരക്കപിലാചാര്യനെ ചേർത്തു നിർത്തിക്കറന്നുഘേ കൽപ്പനാസിദ്ധിയും. മായാവികൾ മയനാലന്തർധാനവും മായാമയം കറന്നാരഹോ മായയിൽ പ്രേതപിശാചഭൂതങ്ങൾ ഭൂതേശനെ പോതമായിക്കൊണ്ടു മുണ്ഡേനാപിരക്തവും. സർവനാഗങ്ങളും തക്ഷകനാൽ വിഷം തത്പ്രകാരേണ യവസം പശുക്കളും ഗോവൃഷത്താൽ കറന്നാർ. വടംവത്സമായി ഏവം പയസ്സു കറന്നു തരുക്കളും പർവതങ്ങൾ തുഷാരാദ്രിവത്സേന തത് സർവധാതുക്കളെയും കറന്നിടിനാർ. ഏവമെല്ലാവരും തത്തത് സ്വജാതിയിലേവം പ്രധാനമെന്നാലവ തന്നെയും പോതമായി തത്തതുജ്ജീതപാത്രങ്ങളിലേതേതു വേണ്ടതെല്ലാം കറന്നിടിനാർ. ഇങ്ങനെ സർവരും തങ്ങൾക്കു വേണ്ടുന്നതങ്ങു കറന്നുകൊണ്ടോരു ശേഷം തഥാ പിന്നെ ധരിത്രിയെയാശ്വസിപ്പിച്ചുടൻ മുന്നമിരുന്ന വണ്ണം വസിപ്പിച്ചു താൻ. കുന്നും മലയും കുഴിയും മുഴകളും ഒന്നുപോലെ നിരത്തിച്ചമച്ചിടുവാൻ തന്നെ വില്ലും ധരിച്ചു കൊണ്ടെങ്ങുമേ മന്നവനാഹന്ത നീളെ നടന്നുടൻ ചെമ്മേ ഗിരികൂടവൃന്ദങ്ങളൊക്കെയും. അമ്മാനവേന്ദ്രൻ ധനുഷ്പദാഗ്രേണ താൻ കുത്തിത്തകർത്തു പൊടിച്ചു നിരത്തിനാൻ.
ഒത്തൊരുമിച്ചു നിരന്നിതു ധാത്രിയും മിക്കതു മന്നതു കണ്ടു മുതിർന്നുടനൊക്കെ കൊടുത്താനവരവർക്കായി മുതാ. തുടരും. ജയ് ജയ് ശ്രീരാധേശ്യാം.